ഹലോ, ഇന്ന് നമ്മൾ സംസാരിക്കാൻ പോകുന്നത് ദ റിയൽ കേരള സ്റ്റോറി ഏതാണ് എന്ന വിഷയത്തെ കുറിച്ചാണ്. അതിനു മുമ്പ് എന്റെ ഈ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ദയവായി സബ്സ്ക്രൈബ് ചെയ്യുക. വിച്ച് വൺ ഇസ് ദ റിയൽ കേരള സ്റ്റോറി എന്ന വിഷയത്തെ കുറിച്ചാണ് ഇന്ന് ഈ വീഡിയോയിൽ നമ്മൾ സംസാരിക്കാൻ പോകുന്നത്. ഈ വിഷയം ഇത്തിരി കോംപ്ലിക്കേറ്റഡ് ആണ്, എന്നാലും കുഴപ്പമില്ല, നമുക്ക് നോക്കാം. 2023 ഒരു ഇന്ത്യൻ ഹിന്ദി സിനിമാ ചിത്രമാണ് ദി കേരള സ്റ്റോറി. അത് കേരളത്തിൽ റിലീസ് ചെയ്യുന്നതും 2023 എന്നാൽ പോലീസ് പ്രൊട്ടക്ഷനോട് കൂടിയാണ് ഈ സിനിമ പലയിടത്തും റിലീസ് ചെയ്തത്. ഈ സിനിമയിലെ ഒരു പ്രധാന കഥാപാത്രമാണ് ശാലിനി ഉണ്ണികൃഷ്ണൻ. ഈ സിനിമ കണ്ടവരാരും ആ ശാലിനി ഉണ്ണികൃഷ്ണൻ ഫ്രം തിരുവനന്തപുരം എന്ന ആ ഒരു ക്യാരക്ടറിനെ മറക്കുകയില്ല. തുടക്കം മുതലേ തന്നെ ഈ ശാലിനി ഉണ്ണികൃഷ്ണനും ഈ സിനിമയുടെ കോണ്ടന്റും കുറച്ചൊന്നല്ല വിവാദത്തിനിരയായത്. എന്താണ് ആ വിവാദത്തിന്റെ കാരണം എന്ന് ചോദിച്ചാൽ ഇവർ ചൂണ്ടിക്കാട്ടുന്ന ഒരു പ്രധാന കാരണം തന്നെ ലവ് ജിഹാദ് ആണ്. ഇനി എന്താണ് ഈ ലവ് ജിഹാദ് എന്ന് വെച്ച് കഴിഞ്ഞാൽ, അന്ന് ഈ സിനിമയിൽ ചൂണ്ടിക്കാണിച്ചപ്പോൾ പലരും പറഞ്ഞു ഇത് കേരള സ്റ്റോറി അല്ല, കേരളം ഇങ്ങനെയല്ല, എന്റെ കേരളം ഇങ്ങനെയല്ല എന്നാണ് പറഞ്ഞത്. ശരി, ആയിക്കോട്ടെ. എന്നാൽ ഇന്ന് ഒരു വാർത്ത വന്നിരിക്കുന്നു. എറണാകുളം കോതമംഗലം സ്വദേശിനിയായ 23 വയസ്സ് മാത്രം പ്രായമുള്ള സോന എൽദോസ് ആത്മഹത്യ ചെയ്തിരിക്കുന്നു. അതിന്റെ കാരണം വളരെ വ്യക്തമായിട്ട് അവൾ ആത്മഹത്യ ചെയ്യുന്നതിന്റെ ഏതാനും മണിക്കൂറുകൾക്ക് മുമ്പ് അവൾ ഒരു കത്തിൽ രേഖപ്പെടുത്തിയിരുന്നു അവളുടെ മരണമൊഴി. രമേശ് എന്ന പയ്യനുമായി അവൾ അടുപ്പത്തിലായിരുന്നു. ആ അടുപ്പത്തിൽ അവൾ അത് ഒരു വിവാഹത്തിലേക്ക് എത്തിക്കണമെന്ന് അവൾക്ക് അതിയായ ആഗ്രഹമുണ്ടായിരുന്നു. എന്നാൽ അവനാകട്ടെ ഇവളെ മതം മാറ്റിയാൽ മാത്രമേ വിവാഹം കഴിക്കുകയുള്ളൂ എന്ന വാശിയിലും. ഇതിനെക്കുറിച്ച് സോന എൽദോസിന്റെ അമ്മയുടെ പ്രതികരണത്തിലേക്ക് നമുക്ക് നോക്കാം. ഉച്ചയ്ക്ക് ഉണ്ണാനായിട്ട് ഒരു 1:45 ഫോണിന്റെ അടുത്ത് തന്നെ. അപ്പൊ ആരെങ്കിലും വിളിച്ചോന്ന് ഇങ്ങനെ നോക്കുമ്പോ ഇവന്റെ ഉമ്മ എന്നെ വിളിച്ചിട്ടുണ്ട് 2 കോൾ. അപ്പൊ ഈ പണക്കമുള്ളതുകൊണ്ട് ഇവരത് കഴിഞ്ഞ് പിന്നെ കല്യാണം ആലോചിച്ച് വന്നു. പിന്നെ ഞങ്ങളോടൊന്നും മിണ്ടിയിട്ടില്ല ഇവര്. അപ്പൊ എന്ത് പ്രശ്നമുണ്ടല്ലോ, ഞാൻ വേഗം അങ്ങോട്ട് വിളിച്ചു. ഇവരെന്നോട് ചോദിച്ചു നിങ്ങളുടെ വാട്സാപ്പ് ചെക്ക് ചെയ്തില്ല എന്നോട്. അപ്പോൾ തന്നെ പറഞ്ഞു വാട്സാപ്പ് ചെക്ക് ചെയ്തില്ല, നിങ്ങളുടെ മോളൊരു സാധനം അയച്ചിട്ടുണ്ട്, അത് ഞാൻ തിരിച്ചു അങ്ങോട്ട് അയച്ചിട്ടുണ്ട്, ഒന്ന് വേഗം നോക്കുന്നു പറഞ്ഞിട്ട് കട്ട് ചെയ്തു. അപ്പോൾ തന്നെ ഞാൻ വാട്സാപ്പ് ചെക്ക് ചെയ്തപ്പോൾ എൻ്റെ മോള് ലെറ്റർ എഴുതിയേക്കണമാണോ, നിങ്ങളുടെ മോൻ്റെ ചതി സഹിച്ച് എനിക്ക് ജീവിക്കാൻ സാധിക്കുന്നില്ല എന്ന് ആദ്യത്തെ വരി. അത് ഞാൻ പെട്ടെന്ന് താഴേക്ക് നോക്കിയപ്പോൾ എൻ്റെ അപ്പൻ്റെ അടുത്ത് പോവാന്ന്. അപ്പം മരിച്ചിട്ട് 3 മാസം ആവണുള്ളൂ. അത് കണ്ടോണ്ട് ഞാൻ ഉടുപ്പ് എങ്ങനെയൊക്കെ ഇട്ടിട്ട് എൻ്റെ പണിയിനുള്ള ചേച്ചിയോട് പറഞ്ഞു ഒരു ഓട്ടോ വിളിച്ച് വരിക, എൻ്റെ മോക്ക് എന്താ ആപത്താന്ന് പറഞ്ഞു. അപ്പോൾ ചേച്ചി ഫോൺ വിളിച്ചിട്ട് ഫോട്ടോ കിട്ടിയില്ല. അപ്പോൾ ഇവിടെ ഇരിക്കുന്ന ചേച്ചിയുടെ മോൻ്റെ നമ്പർ ഉണ്ടായിരുന്നു. എന്നിട്ട് ഞാൻ ആ ഓട്ടോ വിളിച്ചിട്ട് അതിൽ കയറി. അപ്പോൾ എനിക്ക് ഈ പരിഭ്രമം കാരണം ആരും നമ്പർ കിട്ടിയില്ല. അപ്പോൾ ഈ ഓട്ടോക്കാരൻ പയ്യൻ തന്നെ അവൻ്റെ പെങ്ങളെ പുറകുവശത്ത് എടുക്കണം, തൊട്ട് പറയില്ല. അപ്പോൾ അവൾ വിളിച്ചിട്ട് പറഞ്ഞു എടി പെണ്ണെ ആ സോന അവിടെ ഉണ്ടെന്ന് നോക്കുമെന്ന് പറഞ്ഞു. പക്ഷെ എന്താണ് അവൾക്ക് നോക്കാൻ, അങ്ങനെ നമ്മൾ വിളിച്ചു പറഞ്ഞിട്ട് അവൾ പേടിച്ചിട്ടാണെന്ന് അവൾ നോക്കാൻ വന്നില്ല. അപ്പോഴത്തേക്ക് ഞാൻ അവിടെ വന്നിട്ട് ഞാൻ ഇങ്ങനെ ഓടി വന്നിട്ട് എൻ്റെ മോള് തൂങ്ങി കിടക്കുക. അവള് ജീവൻ കൊടുത്ത അവനെ അങ്ങ് സ്നേഹിച്ചു. പക്ഷെ അവന് മതമായിരുന്നു, അവൻ്റെ മതം മാത്രം നോക്കിയുള്ളൂ, എൻ്റെ കൊച്ചിനെ നോക്കിയില്ല. അവളെ സ്നേഹിച്ചത് ശരിക്കുമായിരുന്നു. അവള് പക്ഷെ എന്നോട് ഒരു വാക്ക് കൂടെ പറഞ്ഞു, അവൻ ജീവിച്ചിരുന്നു കഴിഞ്ഞാട്ടല്ലോ എനിക്ക് അവൻ്റെ കൂടെ ജീവിക്കണമെന്ന് തോന്നും, എത്ര തെറ്റ് ചെയ്താലും അവനെ സ്നേഹിച്ചോ. ഇതുകൊണ്ട് ഇതിനിപ്പോ ഞാൻ വേറെ എന്താ നിങ്ങളോട് പറയേണ്ടത് എനിക്കറിയാൻ പാടില്ല. കേട്ടില്ലേ, സ്വന്തം മകൾ മറ്റൊരു മതത്തിൽപ്പെട്ട ഒരു പുരുഷനുമായി പ്രണയത്തിലാണെന്ന് ആ അമ്മ അറിഞ്ഞിട്ടും അവളുടെ ഇഷ്ടത്തിനനുസരിച്ച് ജീവിക്കാനായിട്ട് അവളെ വിട്ടിട്ടും അവസാനം ഇപ്പോൾ അവളുടെ അമ്മയ്ക്ക് അവളെ കിട്ടിയത് എങ്ങനെയാണ്? ഒരു ജഡമായിട്ടാണ് കിട്ടിയത്. മതം മാറ്റിയാൽ മാത്രമേ കല്യാണം കഴിക്കൂ എന്ന് വാശി പിടിക്കുന്നവരോടാണ് എന്റെ ഈ ഒരു ക്വസ്റ്റ്യൻ. മതം മാറണം എന്ന് വാശി പിടിക്കുന്നവരോട് എന്തുകൊണ്ട് നിങ്ങൾ സ്വന്തം മതത്തിൽപ്പെട്ട ഒരാളെ കല്യാണം കഴിക്കാൻ തയ്യാറാകുന്നില്ല? എന്തുകൊണ്ടാണ് നിങ്ങൾ മറ്റൊരു മതത്തിലുള്ള ആളെ തന്നെ സ്നേഹിച്ച് കല്യാണം എത്തുമ്പോൾ മതം മാറണം എന്ന് അടിച്ചേൽപ്പിക്കുന്നത്? അപ്പോൾ നിങ്ങളുടെ ലക്ഷ്യം വിവാഹമാണോ അതോ മതത്തിൽ ആളെ ചേർക്കലാണോ? ഈ ഒരു ക്വസ്റ്റ്യൻ തന്നെയാണ് ആ കേരള സ്റ്റോറി എന്ന സിനിമയിലും കാണിക്കുന്നത്. ഞാൻ കംപ്ലീറ്റ്ലി കേരള സ്റ്റോറി എന്ന സിനിമയെ സപ്പോർട്ട് ചെയ്യുകയല്ല, പക്ഷെ അതിൽ ഉന്നയിക്കുന്ന ഒരു കാര്യം ലവ് ജിഹാദ്, അത് ഇന്ന് ഈ കേരളത്തിൽ നടന്നിട്ടുണ്ടോ എന്നുള്ളതിന്റെ ഒരു തെളിവാണ്. 100ൽ 1% നടന്നിട്ടുണ്ട് എന്നുള്ളതിന്റെ തെളിവാണ് സോന എൽദോസിന്റെ ഈ ആത്മഹത്യ. അതിൽ ശാലിനി ഉണ്ണികൃഷ്ണനാണെങ്കിൽ ഇതിൽ സോന എൽദോസ് ആണ്. ഇനി എത്ര സോനമാർ ഇതുപോലെ അറിയാതെ മതം മാറപ്പെട്ട് മറ്റൊരു നാട്ടില് സ്വന്തം അച്ഛനും അമ്മയും കാണാതെ തടവിലായിട്ട് ജീവിക്കുന്നുണ്ടാകും? ഇനി നിങ്ങൾ തന്നെ പറയൂ, ദ കേരള സ്റ്റോറി എന്ന ഒരു കോണ്ടന്റ് അത് ശരിക്കും ഈ നാട്ടിൽ നടന്നതാണ്. അപ്പോൾ ആ നടന്ന സംഭവത്തെ തെറ്റായി വ്യാഖ്യാനിക്കുകയാണ് ചില കൂട്ടം ചെയ്യുന്നത്.
എന്നാൽ അന്ന് തെറ്റായി ബാധിച്ച കൂട്ടത്തിന് ഇന്ന് എന്തെങ്കിലും ഇതിനെ എതിർത്ത് സംസാരിക്കാൻ കഴിയുമോ? ഈ സംഭവം ഈ നാട്ടിൽ നടന്നിട്ടേയില്ല, അരങ്ങേറിയിട്ടേയില്ല, താൻ ഇത് ആദ്യമായിട്ട് കേൾക്കുകയാണ് എന്ന് ഭാവിച്ച് അന്ന് ഘോര സംസാരിച്ച ആൾക്കാരോട് ഇന്ന് നിങ്ങൾക്ക് ഈ നടന്ന സംഭവത്തിനെ പ്രതികൂലിച്ച് ഇത് നടന്നിട്ടില്ല എന്ന് വാദിച്ച് തെളിവുകൾ കണ്ടെത്തി സംസാരിക്കാൻ നിങ്ങൾക്കാകുമോ? ഇത് ആ പെൺകുട്ടി ആത്മഹത്യ ചെയ്തോണ്ട് മാത്രം ഇത് പുറംലോകം അറിഞ്ഞു. ഇതേപോലെ അറിയാത്ത എത്ര കേസുകൾ ഉണ്ടാകും. ഒരു പക്ഷേ ഒരു കാലഘട്ടത്തിൽ ഇവിടുത്തെ പെൺകുട്ടികൾ മിസ്സിംഗ് ആയിരുന്നു. ആ മിസ്സിംഗ് ആയ പെൺകുട്ടികൾ ഒന്ന് അന്വേഷിച്ചു കഴിഞ്ഞാൽ ചിലപ്പോൾ ഇതുപോലത്തെ വല വീശി പിടിച്ചിരുന്ന ആൾക്കാരുടെ അടുത്തായിരിക്കും ചിലപ്പോൾ എത്തിപ്പെട്ടിട്ടുണ്ടാവുക. എന്തായാലും അന്വേഷണം ആരംഭിച്ചിട്ടുണ്ട്. നമുക്ക് പ്രതീക്ഷിക്കാം ഈ ഒരു റെമീസിനുള്ളിൽ തന്നെ ഇത് തീരുമോ, അതോ ഇനി അനേകായിരം റെമീസുമാരെ ഈ ഒരു സംഭവത്തിലൂടെ കണ്ടെത്തുമോ എന്ന് നമുക്ക് കാണാം. മറ്റൊരു ദിവസം മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം.